ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 2-3 മാസം മുന്നെയാണ് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്ചേഞ്ച് വീഡിയോയുമായിട്ട് വന്നിരുന്നു. എൻ്റെ കയ്യിലുള്ള ബോഗൻവില്ല കടലാസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡീനിയം പ്ലാന്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബറായിട്ടുള്ള 2 പേരുടെ കയ്യിൽ നിന്നും ഏകദേശം ഒരു 18-20ഓളം പ്ലാന്റ്സ് അഡീനിയവുമായി എക്സ്ചേഞ്ച് ചെയ്തു. ഒരു 10 വർഷം 12 വർഷത്തോളം 8 വർഷമൊക്കെ ഏകദേശം പ്രായമുള്ള അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു. അതിൽ ഒരാളുടെ കയ്യിൽ നിന്നും ലഭിച്ചത് നല്ല രീതിയിൽ അവർ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു നടന്ന പ്ലാന്റ്സ് ആയിരുന്നു. അതുകൊണ്ട് അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിലനിർത്തി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് കിട്ടിയ അഡീനിയം ചെടികൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ കെയർ ചെയ്താൽ മാത്രമേ നമുക്കിതിനെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ചെടിക്ക് സംഭവിച്ച കേടുകളൊക്കെ കാണിച്ചിട്ട് ഈ വീഡിയോയിൽ അതിന് സംഭവിച്ചിട്ടുള്ള അതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പ്ലാന്റ്സുകൾ അവർ റീപോർട്ടൊന്നും ചെയ്യാതെ ഒരു 2-3 വർഷത്തോളം റീപോർട്ടോ പ്രൂണിങ്ങോ ഒന്നും തന്നെ ചെയ്യാതെ വെച്ചിരുന്ന പ്ലാന്റുകളാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന പ്ലാന്റുകൾ അതാണ്. ആ കാണുന്നതിൽ പെട്ടതാണ്. അത് ഒരുപാട് വളർച്ചയും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വേരുകളെല്ലാം തന്നെ ആ പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് അതിന് സംഭവിച്ചിട്ടുള്ള ഒരു അസുഖം, അതായത് അതിൻ്റെ കാഡക്സ് എല്ലാം നശിച്ചു പോയിട്ടുള്ളൊരവസ്ഥയിലേക്ക് ആ പ്ലാന്റ് മാറിയിട്ടുണ്ട്. എനിക്ക് അധികം അഡീനത്തെക്കുറിച്ചൊന്നും വല്ലാതെ അറിവൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ ചാനലിലൊക്കെ കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഡീനങ്ങളെല്ലാം ഇതുപോലെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് ആദ്യം തന്ന ഒരാളുടെ കയ്യിലുള്ള ഒരു 8 വെറൈറ്റികൾ നല്ലതായിട്ടുള്ളത്, അതാ ഫ്ലവർ പിടിച്ചിട്ടുള്ളത്, നല്ല രീതിയിൽ അവർ നല്ലപോലെ നോക്കി വളർത്തിയ പ്ലാന്റാണ്. അതിൽ കാണുന്ന ഫ്ലവറെല്ലാം തന്നെ മൾട്ടി പെറ്റലല്ല, സിംഗിൾ പെറ്റലാണ്. അത് ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത നല്ല വെറൈറ്റി കളറുകളാണ് അതിലുള്ളത്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആ പറഞ്ഞ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്യാത്ത പ്ലാന്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളീ കാണുന്നത്. ഇതിനെ നമ്മൾ ചട്ടിയിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ശ്രമം. അപ്പോൾ ഇതിൻ്റെ മണ്ണെല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ പോട്ടി മിക്സ് എല്ലാം അതിൻ്റെ അടിയിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് വേര് കാര്യങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞതുകൊണ്ട് അതിൻ്റെ പോട്ടിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫോഴ്സിൽ വെള്ളം അതിൻ്റെ ചുവട്ടിലേക്ക് അടിച്ച് കളഞ്ഞതിന് ശേഷം മണ്ണെല്ലാം നല്ല രീതിയിൽ അതിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ആ ചട്ടിയിൽ നിന്ന് അതിനെ പുറത്തെടുക്കാൻ നോക്കുന്നത്. അതിന് നിങ്ങൾക്ക് കണ്ടാലും അറിയാം, അതിൻ്റെ എല്ലാം മുരട് ഭാഗം നല്ല രീതിയിൽ ആ പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ടാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പുല്ലുകളെല്ലാം കയറിയിട്ടുണ്ട്. വളം ഒന്നും ഇല്ലാതെ അതിൽ നിന്ന് ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നല്ല രീതിയിൽ അതിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഉണ്ടല്ലേ വേരുകളെല്ലാം നല്ല പുറത്തോട്ട് തള്ളി മണ്ണിലേക്ക് ഇറങ്ങിയായിരുന്നു. ഇനി ആ ചട്ടിയിൽ നിന്ന് അതിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വേരുകളെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് കംപ്ലൈൻറ്റോ കേടുകളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൽ നിന്ന് ഊരിയെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, അതിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. കാരണം വർഷങ്ങളായിട്ട് അവരതിനെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാവാം അത് നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടിരുന്നു. അപ്പോൾ ഈ ചട്ടി നമ്മൾ ഒഴിവാക്കുന്നില്ല. ഈ ചട്ടി നല്ല ചട്ടികളാണ്, നല്ല മണ്ണിൽ നിർമ്മിച്ച ചട്ടികളാണ്. മൺചട്ടികളായതുകൊണ്ട് നമുക്കത് അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ നമ്മളിതെല്ലാം ഊരിയെടുത്തതിന് ശേഷം, ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം നല്ല രീതിയിൽ ഫോഴ്സായിട്ട് അടിച്ച് അതിൻ്റെ അടിയിലുള്ള ചളി മണ്ണെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടെടുക്കണം. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ നല്ല രീതിയിൽ അതിൻ്റെ അടിഭാഗം നമ്മൾ കഴുകി അതിൻ്റെ മണ്ണിനെല്ലാം ഒഴിവാക്കി ആ പ്ലാന്റ് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വേരുകളെല്ലാം തന്നെ ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഒരുമാതിരി പരിധി വരെ നമ്മളതിൻ്റെ വേരുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അനാവശ്യമായിട്ടുള്ള വേരുകൾ, ഓവർ വളർച്ച എത്തിയിട്ടുള്ള വേരുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതുപോലെ ഇതിന് കേടുഭാഗങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ ഫംഗിസൈഡ് എന്തെങ്കിലും സാഫോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ തേച്ച് കൊടുക്കണം. ഇതുപോലുള്ള എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മളവിടെ പൂർണ്ണമായിട്ടും അവിടെ ചെത്തി നമ്മൾ നല്ല രീതിയിൽ അവിടുന്ന് ആ ഭാഗം എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് വീണ്ടും അതിൽ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഞാൻ ഫംഗിസൈഡായിട്ട് സാഫാണ് ഉപയോഗിക്കാറ്. ഈ സാഫ് എടുത്തിട്ട് വെള്ളത്തിൽ നല്ലപോലെ മിക്സാക്കി കുറച്ച് കട്ടി തന്നെ നമ്മൾ അതിനെ എടുത്ത് ആ വെള്ളത്തിൽ നമ്മൾ ഇതിനെ മുക്കി വെക്കുക. കുറച്ച് നേരം മുക്കിയതിന് ശേഷം നമ്മളതിനെ മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ പ്ലാന്റിനെയും നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ആ മുക്കി വെച്ച പ്ലാന്റിനെ നമ്മൾ 2-3 ദിവസം നമ്മളതിനെ സൈഡിലേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഉണങ്ങി അതിനെ പ്രൂൺ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം പ്രൂണിങ്ങും അതുപോലെ തന്നെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വളർച്ചയ്ക്ക് അത് ബാധിക്കും. അതുകൊണ്ട് പ്രൂണിങ് ഈ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആ ചട്ടി നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം അതിൽ തന്നെ അതിന് വേണ്ട പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്തു. ആ പോട്ടി മിക്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, മണൽ, അതുപോലെ അതിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, നമ്മളിതിന് ഫംഗസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതിനെ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുത്തത് നല്ല രീതിയിൽ അയാൾ കൊണ്ടുവരുന്ന പ്ലാന്റാണ്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളെടുത്തതിന് നമ്മുടെ വീടിന് നല്ല ഷോ കിട്ടുന്ന സ്ഥലത്ത് നമ്മളതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് നമ്മളിനി വളം മാത്രം മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഇതിൽ ഫ്ലവർ കുറവാണ്, കാരണം അത് അവിടെ ഒരു സൈഡിലായിരുന്നു വെച്ചിരുന്നത്, അധികം വെയിലുള്ള സ്ഥലത്തായിരുന്നില്ല. നാല് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴെൻ്റെ പ്ലാന്റുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്ത പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്ന പ്ലാന്റുകളായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതിൻ്റെ പോട്ട് മിക്സിൽ എന്തോ സംഭവിച്ചതാണ്. കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ വേരുകളിൽ എല്ലാത്തിനും ആ റിപ്പോർട്ട് ചെയ്ത എല്ലാ പ്ലാന്റുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ചീച്ചിൽ സംഭവിച്ചിട്ട് അതിലൊരു പുഴുക്കൾ, അത് ഒരുപാട് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ അടിഭാഗം ഇതുപോലെ തുരന്ന് ഒരു പുഴുവായിട്ടുള്ളൊരു സാധനം അതിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് പ്ലാന്റിനെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു, എന്നാലും കുറച്ച് വൈകി. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ആ ഭാഗം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കാഡക്സ് എല്ലാം തന്നെ മിക്ക പ്ലാന്റിൻ്റെയും ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നല്ല രീതിയിൽ ഒരു പുഴുക്കളായിട്ട് തന്നെ കാണാം. അഡീനിയം ചെടികൾ പൊതുവെ അധികം കെയറിങ് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളിതിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പ്ലാന്റുകൾ നശിച്ചു പോയാൽ നമുക്ക് ഒരുപാട് വിഷമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ പോട്ട് മിക്സ് നല്ല പോട്ട് മിക്സ് തന്നെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംഭവിക്കും. എനിക്കെന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പോട്ട് മിക്സിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനത് എല്ലാം തന്നെ മണ്ണിൽ നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കേടുഭാഗങ്ങൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടെ ഞാനതിൻ്റെ ആ കേടുവന്ന ഭാഗം മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഫോഴ്സായിട്ട് അടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ സാഫ് നല്ല രീതിയിൽ കട്ടി തന്നെ നമ്മൾ സ്പ്രേയറിൽ അടിച്ചിട്ട് എല്ലാ പ്ലാന്റും നല്ല രീതിയിൽ അടിച്ച് അതിൻ്റെ അടിഭാഗം മൊത്തത്തിൽ കാഡക്സും ആ പ്ലാന്റിനെ മൊത്തത്തിൽ അതിലങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കേട് സംഭവിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളതിനെ വെയിലത്താണ് ഈ പ്ലാന്റിനെ മൊത്തത്തിൽ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം നമ്മളതിന് പോട്ട് മിക്സ് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ തന്നെ ചാണകം, മണ്ണ്, മണൽ, കുമ്മായം കുറച്ച് അതിലിട്ടിട്ടുണ്ട്. നമ്മളെ മണ്ണിലെ കേടുകളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ്, മണൽ ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എല്ലുപൊടി നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ വേരുകൾക്കെല്ലാം തന്നെ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു പോട്ട് മിക്സാണ്. അപ്പോൾ ഞാൻ ഇതിൽ നമ്മളതിൻ്റെ മുന്നത്തെ പോട്ട് മിക്സിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാവാം അതിന് കേട് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം കേടുപാടുകളെല്ലാം തന്നെ പോയി കിട്ടേണ്ടതാണ്. അങ്ങനെ ഈ പ്ലാന്റ് വെച്ചിരുന്ന അതേ പോട്ട് തന്നെയാണ് രണ്ടാമതും റീപോർട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൽ ഉണ്ടായിരുന്ന ആ മണ്ണുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കഴുകി കളയണം. കാരണം അതിലിനി എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് അതിൽ നിന്ന് പോയി കിട്ടണം. അപ്പോൾ ആ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടാമത് ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഇതുപോലെ നമ്മൾ റീപോർട്ട് ചെയ്ത് തണലത്ത് ഒരാഴ്ച നല്ല രീതിയിൽ ഒറ്റ നനച്ചതിന് ശേഷം ഒരാഴ്ചക്ക് പിന്നെ വീണ്ടും നനക്കാതിരിക്കുക. അപ്പോൾ ഇത് വീണ്ടും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരും. ഇതിൽ നമ്മൾ വേറെ ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും പെട്ടെന്ന് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.